ഹായ് എല്ലാവർക്കും കേരള അക്കാഡമിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ട്രാൻസ്ഫോമർ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കുറച്ച് തിയറി പഠിക്കാം, അതിനുശേഷം നമുക്ക് വീണ്ടും പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ഫോമറിൽ നമ്മൾ പെർഫോം ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകളാണ്. ഇപ്പോൾ ട്രാൻസ്ഫോമറിൽ പലതരത്തിലുള്ള ടെസ്റ്റുകൾ നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു ടെസ്റ്റ് പെർഫോം ചെയ്തിരിക്കുന്നത് DC റെസിസ്റ്റൻസ്, അതായത് റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, അതായത് വൈൻഡിങ്ങിലുള്ള റെസിസ്റ്റൻസ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഒരു റെസിസ്റ്റൻസിൻ്റെ ടെസ്റ്റാണ്. പിന്നെ ഒരു പൊളാരിറ്റി ടെസ്റ്റാണ്. പിന്നെ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റാണ്. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റാണ് ട്രാൻസ്ഫോമർ. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്ക കോമ്പറ്റേറ്റീവ് എക്സാമിനും ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൽ നിന്നും ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിൽ നിന്നും പല ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ഫോമറെ സംബന്ധിച്ചിടത്തോളം ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ രണ്ട് ടോപ്പിക്ക് ഒരിക്കലും നമ്മൾ മിസ് ചെയ്യരുത്. പഠിക്കുന്ന ആൾക്കാർ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇതിനുശേഷം വേറെയും കുറേ ടെസ്റ്റുകളുണ്ട്. സമ്പന്നസ് ടെസ്റ്റ് ഒക്കെ പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ അതൊന്നും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. എങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാവുന്നതാണ്. പക്ഷേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത്, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നിരിക്കുന്ന മെയിനായിട്ടും ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റുമാണ്. അപ്പോൾ ഞാൻ കുറച്ച് പൊളാരിറ്റി ടെസ്റ്റിൻ്റെ കുറച്ച് ഭാഗം കൂടി ഞാൻ പറയുന്ന കൂടി ഉണ്ടാവും. ഓക്കെ, ഫൈൻ. ഇപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ടെസ്റ്റ് പെർഫോം ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് എന്താണ് ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ട്രാൻസ്ഫോമർ നമുക്കൊരു മാനുഫാക്ചർ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാനുഫാക്ചർ നമ്മളൊരു ട്രാൻസ്ഫോമർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും ഒരു നെയിം പ്ലേറ്റ് റേറ്റിംഗ് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, ഞാനൊരു എക്സാമ്പിൾ കൊടുക്കുകയാണ്. 230/110 വോൾട്ട്. സോ ഒരു നെയിം പ്ലേറ്റ് ബോർഡിൽ തീർച്ചയായിട്ടും ട്രാൻസ്ഫോമറിൻ്റെ ഒരു ടേൺസ് റേഷ്യോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റേറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് ഈ വോൾട്ടേജിൻ്റെ ഒരു റേഷ്യോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇത് നമുക്കറിയാം, ഒന്ന് പ്രൈമറി സൈഡിലെ വോൾട്ടേജ് ആണ്, ഒന്ന് സെക്കൻഡ് സൈഡിലെ വോൾട്ടേജ്. എന്ത് വോൾട്ടേജ് ആണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് മറ്റൊന്നല്ല, മാക്സിമം നോ ലോഡ് വോൾട്ടേജ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ദ ട്രാൻസ്ഫോമർ. അതായത് പ്രൈമറി സൈഡിലെ മാക്സിമം നോ ലോഡ് വോൾട്ടേജ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 230 വോൾട്ടാണ്. സെക്കൻഡറി സൈഡിലെ മാക്സിമം നോ ലോഡ് വോൾട്ടേജ് നമുക്ക് അപ്ലൈ ചെയ്യുന്നിരിക്കുന്നത് 110 വോൾട്ടാണ്. അപ്പോൾ ഇത്തരത്തിലൊരു വോൾട്ടേജ് അല്ലെങ്കിൽ ഈ ഒരു റേറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് മാക്സിമം നോ ലോഡ് വോൾട്ടേജ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ദ ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, ഫൈൻ. ഇനി എന്തിൻ്റെ ബേസിലാണ് വോൾട്ടേജ് റേറ്റിംഗ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എന്താണ് വോൾട്ടേജ് റേറ്റിംഗ് ഡിഫൈൻ ചെയ്യാനുള്ള ഒരു ഫാക്ടർ? എന്താണ് അതിൻ്റെ ഒരു ഫാക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസ്ഫോമറിൻ്റെ കോർ ലോസ് നമ്മൾ പഠിച്ചു. അപ്പോൾ കോർ ലോസ് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? ടോട്ടൽ കോർ ലോസ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം, ഹിസ്റ്റെറിസിസ് ലോസ് പ്ലസ് എഡ്ഡി കറണ്ട് ലോസ് ആണെന്ന് അറിയാം. എന്താണ് ഹിസ്റ്റെറിസിസ് ലോസ്? ഹിസ്റ്റെറിസിസ് ലോസ് ഈസ് നത്തിങ് ബട്ട് KH into B raised to 1.6 F into volume, and eddy current loss is equal to KE into B square into F square into T square. നമുക്ക് വേറൊരു കാര്യം കൂടി അറിയാം, B is equal to V by F ആണെന്നറിയാം. അപ്പോൾ നമുക്കറിയാം, ഹിസ്റ്റെറിസിസ് ലോസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദാറ്റ് ഓഫ് V raised to 1.6. എഡ്ഡി കറന്റ് ലോസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V raised to square. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ടോട്ടൽ കോർ ലോസ് എന്ന് പറയുന്നതായിരിക്കും വോൾട്ടേജിൻ്റെ സ്ക്വയറിനോട്, 1.6 നമുക്ക് നിയർലി 2 ആയിട്ട് എടുക്കാം, വോൾട്ടേജിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ ദ കോർ ലോസ് ആണ്. ഓക്കെ, കോർ ലോസിനോട് കറസ്പോണ്ടിങ് ആയിട്ടാണ് ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ട്രാൻസ്ഫോമറിൻ്റെ കറണ്ട് റേറ്റിംഗ് എന്തിൻ്റെ പേരിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എന്തിൻ്റെ കറസ്പോണ്ടിങ്ങിലാണ് കറണ്ട് റേറ്റിംഗ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? കറണ്ട് റേറ്റിംഗ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് based on the copper loss ആണ്. copper loss or winding loss. okay, copper loss or winding loss, അതായത് the maximum current that can be flow to the copper wire or windings without burning of that wire. ഓക്കെ, അതായത് നമുക്കൊരിപ്പോൾ റേറ്റിംഗ് ഒരു 5 ആംപിയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് റേറ്റിംഗ് ഒരു 5 ആംപിയർ ആണ് പ്രൈമറി സൈഡിലുണ്ട്. നമ്മളൊരു 10 ആംപിയർ കൊടുക്കുകയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതിന് വൈൻഡിങ്ങിൽ കൂടുതൽ ലോസസ് ഉണ്ടായിരിക്കും, വൈൻഡിങ് തീർച്ചയായിട്ടും ബ്രേക്ക് ചെയ്യും, അപ്പോൾ ബേണിങ്. സോ അതിൻ്റെ ബേസിസിലാണ്, അതായത് കോപ്പർ ലോസ് അല്ലെങ്കിൽ വൈൻഡിങ്ങിൻ്റെ ബേസിലാണ് നമ്മളൊരു കറണ്ട് റേറ്റിംഗ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കോർ ലോസിൻ്റെ ബേസിലാണ് നമ്മളൊരു വോൾട്ടേജിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ട്രാൻസ്ഫോമർ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ റേറ്റിംഗ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വോൾട്ട് ആംപിയർ റേറ്റിങ്ങിലാണ്. വാട്ട്സിലോ കിലോ വാട്ട്സിലോ മെഗാ വാട്ട്സിലോ എന്നല്ല, വോൾട്ട് ആംപിയർ ആയിരിക്കും, കിലോ വോൾട്ട് ആംപിയർ ആയിരിക്കും, അല്ലെങ്കിൽ മെഗാ വോൾട്ട് ആംപിയർ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വോൾട്ട് ആംപിയറിൽ നിന്ന് നമുക്ക് വാട്ട്സ് ഉണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പവർ ഫാക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
ട്രാൻസ്ഫോമർ ഒരു പർട്ടിക്കുലർ ലോഡ് അല്ലെങ്കിൽ പർട്ടിക്കുലർ പവർ ഫാക്ടറിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്നതല്ല. ട്രാൻസ്ഫോമർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡ് കണക്ട് ചെയ്തിരിക്കും. ഒരു പർട്ടിക്കുലർ പവർ ഫാക്ടർ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ വോൾട്ട് ആംപിയർ ആയിട്ട് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് ഡിഫൈൻ ചെയ്തത്. ഇപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഒരു പ്രോബ്ലം വരുമ്പോൾ വോൾട്ട് ആംപിയർ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ വോൾട്ടേജ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ കറണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടേൺസ് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അതിൻ്റെ ഈ ഒരു റേറ്റിംഗ് കൊണ്ട് നമുക്ക് ടേൺസ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. സോ ടേൺസ് റേഷ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത് A is nothing but പ്രൈമറി വോൾട്ടേജ് V1 ഡിവൈഡഡ് ബൈ V2 ആയിരിക്കും, വിച്ച് ഇസ് നത്തിങ് ബട്ട് I2 ഡിവൈഡഡ് ബൈ I1 എന്ന് പറയും. ഇതെല്ലാം ഐഡിയൽ കണ്ടീഷനിലുള്ള ട്രാൻസ്ഫോമറിൻ്റെ ഒരു കൺസിഡറേഷനാണ്. ഓക്കെ ഫൈൻ. സോ ഇത് ഞാൻ ജസ്റ്റ് ബേസിക് ഒന്ന് ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നിരിക്കുന്നത് പൊളാരിറ്റി ടെസ്റ്റാണ്. സോ പൊളാരിറ്റി ടെസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. പൊളാരിറ്റി ടെസ്റ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ടു ഐഡൻറ്റിഫൈ വെദർ ഇറ്റ് ഈസ് സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെന്ന് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് പൊളാരിറ്റി ടെസ്റ്റ് യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പുള്ള പൊളാരിറ്റി ഉണ്ട്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ട്രാക്റ്റീവ് പൊളാരിറ്റി, സെക്കൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അഡിറ്റീവ് പൊളാരിറ്റി. സോ രണ്ട് ടൈപ്പിലുള്ള പൊളാരിറ്റീസ് ഉണ്ട്. ഒന്ന് സബ്ട്രാക്റ്റീവ് പൊളാരിറ്റി ആണ്, ഒന്ന് അഡിറ്റീവ് പൊളാരിറ്റി ആണ്. സോ എന്താണ് സബ്ട്രാക്റ്റീവ് പൊളാരിറ്റി എന്ന് പറയാൻ ഞാൻ? സോ ഞാനൊരു ട്രാൻസ്ഫോമർ വരയ്ക്കുകയാണ്. ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡ് ഇതാണ്. ഞാനിവിടെ ഡോട്ട് കൺവെൻഷൻ കൊടുത്തു. ഡോട്ട് കൺവെൻഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടാണ് മുമ്പത്തെ വീഡിയോസിൽ. ഇവിടെ ഞാനൊരു ഡോട്ട് കൊടുത്തു. ഞാൻ അന്നത്തെ അല്ലെങ്കിൽ ഡോട്ട് കൺവെൻഷൻ എങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയാണോ ഡോട്ട് അതായിരിക്കും നമ്മുടെ പ്ലസ്, അടുത്ത ടൈമിലായിരിക്കും മൈനസ്, ഇവിടെയും പ്ലസ്, ഇവിടെയും മൈനസ്. ഇനി ഇവിടെ ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന വോൾട്ടേജിന് ഞാൻ E1 എന്ന് പേര് കൊടുത്തു, ഇവിടെ ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന വോൾട്ടേജിന് ഞാൻ E2 എന്ന് പേര് കൊടുത്തു. ഇനി ഞാൻ ഇതിന് അക്രോസ് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു. ഈ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ട് ഈ വോൾട്ടേജ് ഞാൻ മെഷർ ചെയ്യണം. ഈ വോൾട്ടേജ് ഞാൻ മെഷർ ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് ഈ ഒരു ലൂപ്പിൽ നമ്മൾ KVL അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരിക? -E1 പ്ലസ് V പ്ലസ് E2 ഈസ് ഈക്വൽ ടു 0. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് V ഈസ് ഈക്വൽ ടു E1 മൈനസ് E2. സോ ഇതാണ് ഒരു സബ്ട്രാക്റ്റീവ് പൊളാരിറ്റിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അഡിറ്റീവ് പൊളാരിറ്റി എങ്ങനെയാണ് ഇപ്പോൾ ഡിനോട്ട് ചെയ്യാം? ഞാനൊരു ട്രാൻസ്ഫോമർ വരച്ചു. ദിസ് ഈസ് ഈക്വൽ ടു ഡോട്ട്. സെക്കൻഡറി സൈഡിൽ ഞാൻ ഡോട്ട് ചെറുതായിട്ട് മാറ്റാണ്. ഇവിടെയാണ് ഞാൻ ഡോട്ട് വയ്ക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു പ്ലസ്, ദിസ് ഈസ് ഈക്വൽ ടു മൈനസ്, ദിസ് ഈസ് ഈക്വൽ ടു പ്ലസ്, ദിസ് ഈസ് ഈക്വൽ ടു മൈനസ്, ദിസ് ഈസ് ഈക്വൽ ടു ദ വോൾട്ട് മീറ്റർ ദാറ്റ് ഈസ് കണക്റ്റിംഗ്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഇവിടെയും ഞാൻ ഇതുപോലെ സെയിം ടൈപ്പ് KVL ഇക്വേഷൻ ചെയ്താണ്. സോ എല്ലാവർക്കും KVL ഒക്കെ എഴുതാൻ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. E1 പ്ലസ് V മൈനസ് E2 ഈസ് ഈക്വൽ ടു 0. സോ V ഈസ് ഈക്വൽ ടു E1 പ്ലസ് E2. സോ ഇതാണ് ഒരു അഡിറ്റീവ് പൊളാരിറ്റി. സോ മൈനസ് ടു പ്ലസ് സെയിം സൈഡ്, മൈനസ് ടു പ്ലസ്, പ്ലസ് ടു മൈനസ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതൊരു സബ്ട്രാക്റ്റീവ് പൊളാരിറ്റി വരുന്നത്. ഇവിടെ മൈനസ് ടു പ്ലസും മൈനസ് ടു പ്ലസ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതൊരു അഡിറ്റീവ് പൊളാരിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൺവെൻഷനിൽ നമുക്ക് വരുന്നത്. ഇനി എങ്ങനെയാണ് ഇതൊരു സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ നമുക്ക് അറിയാൻ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു ട്രാൻസ്ഫോമർ എടുക്കുകയാണ്. ഇപ്പോൾ ട്രാൻസ്ഫോമറിൽ എനിക്ക് കുറച്ച് റേറ്റിംഗ്സ് കിട്ടിയെന്ന് വരിക. ഈ വോൾട്ട് മീറ്ററിൻ്റെ റേറ്റിംഗ് ഇങ്ങനെ കണക്ട് ചെയ്ത സമയത്ത് എനിക്ക് വോൾട്ട് മീറ്റർ കിട്ടുന്നത് വെച്ചാൽ വോൾട്ട് മീറ്ററിൻ്റെ റേറ്റിംഗ് എനിക്ക് 500 വോൾട്ട് കിട്ടി. പിന്നെ E1 എന്ന് പറയുന്നത് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ്, പ്രൈമറി സൈഡിൽ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ട് ഒരു 400 വോൾട്ടാണ് എസ്യൂം ചെയ്യുക. 400 വോൾട്ടും 500 വോൾട്ടും ഈ വോൾട്ട് മീറ്ററിൻ്റെ വോൾട്ടേജിന് കിട്ടുന്ന 500 വോൾട്ടും ഞാൻ E1 അപ്ലൈ ചെയ്തിരിക്കുന്നത് 400 ആണ്. സോ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കൺവെൻഷൻ ആണെങ്കിൽ നമുക്ക് എന്താണ് വരിക? V ഈസ് ഈക്വൽ ടു E1 മൈനസ് E2. നമുക്ക് എഴുതാം V ഈസ് ഈക്വൽ ടു E1 മൈനസ് E2. സോ V ഈസ് ഈക്വൽ ടു 500 വോൾട്ട്, E1 ഈസ് ഈക്വൽ ടു 400 വോൾട്ട് മൈനസ് E2. സോ E2 എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? മൈനസ് 100 വോൾട്ട്. സോ മൈനസ് 100 വോൾട്ട് നമുക്ക് ട്രാൻസ്ഫോമറിൽ പോസിബിൾ ആണോ? E2 പോസിബിൾ അല്ല. അപ്പോൾ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് എന്താണ് നമ്മൾ ട്രാൻസ്ഫോമറിൽ ഒരു പ്രൈമറി വോൾട്ടേജ് ഒരു 400 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും എന്താ പറയുക അതിനേക്കാളും കുറവായിട്ടുള്ള വാല്യൂ, അതായത് ഈ പൊളാരിറ്റി വെച്ചിട്ട്, ഈ പൊളാരിറ്റി ഏതാണ്? സബ്ട്രാക്റ്റീവ് പൊളാരിറ്റി വെച്ചിട്ട് എനിക്ക് ഒരിക്കലും ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. സബ്ട്രാക്റ്റീവ് പൊളാരിറ്റിയിൽ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ പോസിബിൾ അല്ല.
ഓക്കെ, പോസിബിൾ അല്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന E2 എന്ന് പറഞ്ഞിരിക്കുന്നത് മൈനസ് ആയിട്ടുള്ള 100 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതിൽ എന്താണ്, നമുക്കിനി വേറെ ഏത് പോസിബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി നമ്മളിപ്പോൾ അഡിറ്റീവ് പൊളാരിറ്റിയാണ് നമുക്ക് വിചാരിക്കാം. അഡിറ്റീവ് പൊളാരിറ്റി ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? ദിസ് ഈസ് ഈക്വൽ ടു മൈനസ്, ദിസ് ഈസ് ഈക്വൽ ടു പ്ലസ്. നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും വരിക? മൈനസ് E1 പ്ലസ് V പ്ലസ് മൈനസ് E2 ഈസ് ഈക്വൽ ടു 0. സോ V ഈസ് ഈക്വൽ ടു E1 പ്ലസ് E2. നമുക്ക് വിൻ്റെ വാല്യൂ എത്രയാണ്? 500 ആണ്. E1ൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 400 ആണ് പ്ലസ് E2. അപ്പോൾ നമുക്കറിയാം E2 ഈസ് ഈക്വൽ ടു 100 വോൾട്ട്. അപ്പോൾ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമുക്ക് അഡിറ്റീവ് പൊളാരിറ്റി വെച്ചിട്ട് നമുക്കൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഇതിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെന്ന് ഇത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത്തരത്തിലൊരു ഇത് വന്നിട്ടൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് ഇതെന്ന് പറയുകയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ സെക്കൻഡറി സൈഡിൽ പൊളാരിറ്റി ഇതായിരിക്കും. നമുക്കിതൊരു അഡിറ്റീവ് പൊളാരിറ്റി ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി ഫോർ എക്സാമ്പിൾ ഇനി വേറൊരു കണ്ടീഷൻ നമുക്ക് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊരു പ്രോബ്ലം നമുക്ക് നോക്കാം, അല്ലെങ്കിൽ വേറൊരു കണ്ടീഷൻ നോക്കാം. ഇനി ആ രണ്ട് സെയിം ആയിട്ടുള്ള വോൾട്ടേജ് ആണ് കൊടുക്കണമെന്നായിരിക്കും. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് V എന്ന് പറഞ്ഞിരിക്കുന്നത് 500ഉം E1 എന്ന് പറഞ്ഞിരിക്കുന്നത് 500 ആണെന്നുള്ള കണ്ടീഷൻ. അപ്പോൾ E എന്ന് പറഞ്ഞിരിക്കുന്നത് 500ഉം E1 എന്ന് പറഞ്ഞിരിക്കുന്നത് 500. ഞാൻ E1 എന്ന് പറഞ്ഞ വോൾട്ടേജ് 500 ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, അഡിറ്റീവ് പൊളാരിറ്റി നമുക്ക് ആദ്യം തന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്താണ് ഇക്വേഷൻ വരിക? മൈനസ് E1 പ്ലസ് V മൈനസ് E2 ഈസ് ഈക്വൽ ടു 0. സോ V ഈസ് ഈക്വൽ ടു E1 പ്ലസ് E2. സോ ദിസ് ഈസ് ഈക്വൽ ടു 500 ഈസ് ഈക്വൽ ടു 500 പ്ലസ് E2. സോ E2 ഈസ് ഈക്വൽ ടു 500 minus 500 which is nothing but 0. So E2 എന്ന് പറഞ്ഞിരിക്കുന്നത് 0 വോൾട്ടേജും പ്രൈമറിയിലുള്ള വോൾട്ടേജ് പറഞ്ഞിരിക്കുന്നത് 500 വോൾട്ടേജും. ഇതിങ്ങനത്തെ ഒരു പോസിബിലിറ്റി കണക്ഷൻ നമുക്ക് ആവശ്യമുണ്ടോ? എന്തിനാണ് നമുക്ക് ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ ഒന്നില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒന്നിന് വോൾട്ടേജിന് ബൂസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ വോൾട്ടേജിന് കുറയ്ക്കണമെന്ന് വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്കൊരു 0 വോൾട്ട് കിട്ടണം, അതായത് ഡെഡ് ഷോർട്ട് സർക്യൂട്ട് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഷോർട്ട് ചെയ്യാണ്, വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 0 ആണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കണക്ഷൻ നമുക്ക് ആവശ്യമില്ല. സോ നമുക്ക് വേറെ എന്താണ് പോസിബിലിറ്റീസ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അഡിറ്റീവ് പൊളാരിറ്റിയിൽ ഇത്തരത്തിലൊരു കണ്ടീഷനാണ് നമുക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ട്രാൻസ്ഫോമറിന് പോസിബിൾ അല്ല. നോക്കാം. ഇനി ഞാൻ ഡോട്ട് പൊളാരിറ്റി മാറ്റാണ്. ഡോട്ട് ഇവിടെയാക്കി, പ്ലസ് ഇവിടെയായി, മൈനസ് ഇവിടെ. സോ നമുക്ക് എന്താ പറയുക, മൈനസ് E1 പ്ലസ് V പ്ലസ് E2 ഈസ് ഈക്വൽ ടു 0. V ഈസ് ഈക്വൽ ടു E1 മൈനസ് E2 ആണ്. V എന്ന് പറഞ്ഞിരിക്കുന്നത് 500 ആണ്. 500 ഈസ് ഈക്വൽ ടു 500 മൈനസ് E2 ആണ് വരാം. സെയിം കേസ് തന്നെ വരാം. E2 ഈസ് ഈക്വൽ ടു 500 മൈനസ് 500 ഈസ് ഈക്വൽ ടു 0 ആണ് വരിക. അപ്പോൾ ഈ കേസിൽ നമുക്കൊരു 0 വോൾട്ടേജ് ആണ് നമുക്ക് കിട്ടുന്നിരിക്കുന്നത്. അപ്പോൾ ഈയും പോസിബിൾ കണക്ഷൻ അല്ല. ഇനി നമുക്ക് വേറൊരു കേസിന് വേണ്ട, വേറൊരു കേസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമിലർ കേസിൽ നമുക്ക് പറയാം. ഞാൻ ജസ്റ്റ് അത് കണ്ടീഷൻസ് പറയുന്നുള്ളൂ. ഇവിടെയാണ് ഡോട്ട, ഇതാണ് പ്ലസ്, ഇതാണ് മൈനസ്. നമ്മുടെ പൊളാരിറ്റി ഇതാണ് വരിക, മൈനസ് പ്ലസ് ആണ് വരിക. സിമിലർലി എനിക്ക് കിട്ടിയിരിക്കുന്നത് 500 വോൾട്ടിംഗ് ആണ് വരിക. എൻ്റെ വോൾട്ടേജ് 500 വോൾട്ടിംഗ് ആണ്. എൻ്റെ E1 എന്ന് പറഞ്ഞിരിക്കുന്നത് 500 വോൾട്ടിംഗ് ആണ്. സോ ഈ കണ്ടീഷനിൽ എന്താണ് വരിക? മൈനസ് E1 minus V minus E2 is equal to 0. So V is equal to minus of E1 plus E2. So 500 is equal to minus 500 minus E2. So 100,000 is equal to minus of E2. So this is also not possible. E2ൻ്റെ വോൾട്ടേജ് നമുക്ക് നെഗറ്റീവ് ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് പ്ലസ് മൈനസ് നമുക്ക് നോക്കി നോക്കാം. ഡോട്ട് ഇവിടെയാണ്, പ്ലസ് മൈനസ് ആണെങ്കിൽ മൈനസ് E1 മൈനസ് V പ്ലസ് E2 ഈസ് ഈക്വൽ ടു 0. സോ V ഈസ് ഈക്വൽ ടു E1 മൈനസ് E2. സോ ദിസ് ഈസ് ഈക്വൽ ടു 500 ഈസ് ഈക്വൽ ടു, സോ 500 ഈസ് ഈക്വൽ ടു 500
-E2 ആയിരിക്കും വരിക. ഈ കേസിലും 0 ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഈ ഒരു പോസിബിൾ കണ്ടീഷനിൽ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല എന്നാണ് ഇതിൻ്റെ ഒരു ഡിനോട്ട് ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ ഫൈൻ. സോ ഇങ്ങനെയാണ് നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ എന്താ പറയുക ട്രാൻസ്ഫോമറിൻ്റെ ഒരു കേസസ് നമുക്ക് നോട്ട് ചെയ്യുന്നത്. ഐ തിങ്ക് ഇവിടെ എല്ലാം കറക്റ്റ് ആണെന്നാണ് ഒരു വിചാരം. -E1 -V = നേരത്തെ കണ്ടീഷനിൽ -E2 ആയിരിക്കും വരിക. E2 എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്, കറക്റ്റാണ് വരിക. -E1 -V = 0, V = E2 - E1. സോറി, ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ ടു V = E2 - E1 ആണ്. സോറി ഇതിലൊരു പ്രശ്നമുണ്ട്. ഹിയർ V = E2 - E1 ആണ് വരിക. V = E2 - E1 ആണ് വരിക. സോ E2 = V + E1 ആണ് വരിക. സോ 500 + 500 = 1000. കറക്റ്റാണ്. സോ E2 = 1000 ആണ് വരിക. സോ ഫൈൻ. സോ ഈ ഒരു കണ്ടീഷനിൽ ഇത്തരത്തിലൊരു പൊളാരിറ്റി പോസിബിൾ ആണ്. അതായത് എന്താ പറയുക, പ്ലസ് ടു മൈനസ് ഇവിടെ മൈനസ് ടു പ്ലസ് ആണ് വോൾട്ടേജ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു പൊളാരിറ്റി പോസിബിൾ ആണ്. അതായത് സബ്ട്രാക്റ്റീവ് പൊളാരിറ്റി പോസിബിൾ ആണ്. സബ്ട്രാക്റ്റീവ് പൊളാരിറ്റിയിൽ നമുക്കൊരു സ്റ്റെപ്പ് അപ്പ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ നമുക്ക് ഇവിടെ പോസിബിൾ ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്തെന്നുള്ളൂ. പൊളാരിറ്റി ടെസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയാണ് നമുക്ക് വോൾട്ട് മീറ്റർ റീഡിങ്ങും ഇൻപുട്ട് വോൾട്ടേജും കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് പൊളാരിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതിൽ ബേസ് ചെയ്തിട്ട് ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടെസ്റ്റ് നോക്കാം, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്. സോ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് എന്താണ് പെർഫോം ചെയ്തിരിക്കുന്നത്? നോ ലോഡ് ലോസസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് പെർഫോം ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് പെർഫോം ചെയ്തിരിക്കുന്നത് നമുക്ക് നോ ലോഡ് ലോസസ് കണ്ടുപിടിക്കാനാണ്. ടു ഫൈൻഡ് ഔട്ട് ദ നോ ലോഡ് ലോസസ്. നോ ലോഡ് ലോസസിലൂടെ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റും? നോ ലോഡ് കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നോ ലോഡ് കറണ്ടിന് നമുക്ക് രണ്ട് കമ്പോണൻസ് ഉണ്ട്. നോ ലോഡ് കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് I0 ആണ്. നോ ലോഡ് കറണ്ടിൻ്റെ രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഒന്ന് കോർ ലോസ് കമ്പോണൻ്റ് ഉണ്ട്, ഒന്ന് മാഗ്നറ്റൈസേഷൻ കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, കോർ ലോസ് കമ്പോണൻ്റ് കണ്ടുപിടിക്കാൻ പറ്റും. കോർ ലോസ് കമ്പോണൻ്റ് നാലെന്ന് പറഞ്ഞിരിക്കുന്നത് മാഗ്നറ്റൈസേഷൻ കമ്പോണൻ്റ്. ഓക്കെ, സോ നോ ലോഡ് ലോസ് കണ്ടുപിടിക്കാൻ പറ്റും. നോ ലോഡ് കറണ്ടിൻ്റെ രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഒന്ന് കോർ ലോസ് കമ്പോണൻ്റ് ആണ്, ഒന്ന് മാഗ്നറ്റൈസേഷൻ കമ്പോണൻ്റ് ആണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർ ലോസ് കമ്പോണൻറ്റ് മാഗ്നറ്റൈസേഷൻ കമ്പോണൻറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇനി RC, അതായത് കോർ ലോസിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് RC. അടുത്ത് പറഞ്ഞിരിക്കുന്നത് XM, മാഗ്നറ്റൈസേഷൻ റിയാക്ടൻസ്. നമ്മൾ ട്രാൻസ്ഫോമറിൽ മോഡൽ ചെയ്ത സമയത്ത് രണ്ട് കമ്പോണൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോർ ലോസ് കമ്പോണൻറ്റ് ഡിഫൈൻ ചെയ്യാനായിട്ട് RC എന്ന് പറഞ്ഞത് നമ്മൾ ടേം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, റെസിസ്റ്റൻസ് ആണ്. പിന്നെ മാഗ്നറ്റൈസേഷൻ ബ്രാഞ്ച് അല്ലെങ്കിൽ മാഗ്നറ്റൈസേഷൻ കമ്പോണൻറ്റ് ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ XM എന്ന് പറയുന്നത് മാഗ്നറ്റൈസേഷൻ റിയാക്ടൻസും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോ ലോഡ് പവർ ഫാക്ടർ, സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒരു നോ ലോഡ് ലോസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് അല്ലെങ്കിൽ നോ ലോഡ് ടെസ്റ്റ് പെർഫോം ചെയ്യുമ്പോൾ ട്രാൻസ്ഫോമറിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എങ്കിൽ നോർമലി ട്രാൻസ്ഫോമറിൻ്റെ നോ ലോഡ് ടെസ്റ്റ് നമ്മൾ പെർഫോം ചെയ്തിരിക്കുന്നത് LV സൈഡിലാണ്, HV സൈഡിലല്ല. നമുക്ക് HV സൈഡിലും ട്രാൻസ്ഫോമറിൻ്റെ നോ ലോഡ് ടെസ്റ്റ് പെർഫോം ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ യൂഷ്വലി നമ്മൾ LV സൈഡിലാണ് പെർഫോം ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ലോഡ് ടെസ്റ്റ് പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് റേറ്റഡ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, റേറ്റഡ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് ഏത് സൈഡിലാണെങ്കിലും നമ്മൾ റേറ്റഡ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു 230 വോൾട്ട് 110 വോൾട്ട് ട്രാൻസ്ഫോമർ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റഡ് ആയിട്ടുള്ള വോൾട്ടേജ് നമ്മൾ ഈ സൈഡിൽ കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? റേറ്റഡ് ആയിട്ടുള്ള വോൾട്ടേജ് നമുക്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 110 വോൾട്ടാണ്. LV സൈഡിലെ വോൾട്ടേജ് 110 വോൾട്ടേജ് ആണ്. HV സൈഡിൽ നമുക്ക് എന്താണ് 230 വോൾട്ട്. അപ്പോൾ അത്രയും ഹൈ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ അത്രയും ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് മെഷർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹൈ റേഞ്ചുള്ള വോൾട്ട് മീറ്റർ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. നമുക്കിപ്പോൾ ഒരു 110 വോൾട്ടാണ് നമ്മൾ LV സൈഡിലാണ് പെർഫോം ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു 110 വോൾട്ട് റേഞ്ചിലുള്ള ഒരു വോൾട്ട് മീറ്റർ മതി നമുക്കതിനെ മെഷർ ചെയ്യാനായിട്ട്. പക്ഷേ നമ്മൾ 230 വോൾട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുകയെന്ന് വെച്ചാൽ ഹൈ വോൾട്ടേജ് സൈഡിലാണ് നമ്മൾ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ റേഞ്ച് ഓഫ് ദ വോൾട്ട് മീറ്റർ ഇൻക്രീസ് ആയിരിക്കും, അതിൻ്റെ കോസ്റ്റും ഇൻക്രീസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ യൂഷ്വലി LV സൈഡിൽ തന്നെയാണ് ട്രാൻസ്ഫോമറിൻ്റെ നോ ലോഡ് ടെസ്റ്റ് പെർഫോം ചെയ്യും. മാത്രമല്ല
ട്രാൻസ്ഫോമർ നോ ലോഡ് കറണ്ട് എന്ന് പറഞ്ഞത് എത്രയാണ്? ഇറ്റ് ഈസ് നത്തിങ് 2 to 5% ഓഫ് ഫുൾ ലോഡ് കറണ്ട്. അപ്പോൾ അത്രയും സ്മോൾ വാല്യൂ ആണ് ട്രാൻസ്ഫോമറിൻ്റെ നോ ലോഡ് കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് കമ്പയർഡ് ടു ദ ഫുൾ ലോഡ് കറണ്ട്. അപ്പോൾ നമ്മുടെ ഹൈ വോൾട്ടേജ് സൈഡിലാണെങ്കിൽ എന്താണ്, വോൾട്ടേജ് ഹൈ ആയിരിക്കും, കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് കുറവായിരിക്കും. ലോ വോൾട്ടേജ് സൈഡിൽ എന്തായിരിക്കും, വോൾട്ടേജ് ലോ ആയിരിക്കും, കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൈ ആയിരിക്കും. അപ്പം നമ്മളിപ്പോൾ ടെസ്റ്റ് ഹൈ വോൾട്ടേജ് സൈഡിലാണ് പെർഫോം ചെയ്യുകയാണെന്ന് വെച്ചാൽ എന്താണ് സംഭവിക്കുക, നമ്മുടെ അവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും, കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ കുറവായിരിക്കും. ഏത് കറണ്ട്? റേറ്റഡ് കറണ്ട് വളരെ കുറവായിരിക്കും. ആ റേറ്റഡ് കറണ്ടിൻ്റെ 2 to 5% എന്ന് പറഞ്ഞിരിക്കുന്നത് അത്രയും കുറവായിരിക്കും. അപ്പോൾ അത്രയും സ്മോൾ എമൗണ്ട് ഓഫ് കറണ്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് വേണ്ടി വരും. പക്ഷേ നമ്മൾ ഈ LV സൈഡ് നോക്കുകയാണെന്നെങ്കിലോ വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് കുറവായിരിക്കും, കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് റേറ്റഡ് കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കുറച്ചൊരു ഹൈ വാല്യൂ ആയിരിക്കും. ഏത്? കമ്പയർഡ് ടു ഹൈ വോൾട്ടേജ് സൈഡ്. അപ്പോൾ അതിൻ്റെ ഒരു 2 to 5% എടുക്കുമ്പോൾ നമുക്ക് സാധാരണ ഒരു ഇൻസ്ട്രുമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ യൂഷ്വലി നമ്മൾ LV സൈഡിലാണ് ട്രാൻസ്ഫോമറിൻ്റെ നോ ലോഡ് ടെസ്റ്റ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത് HV സൈഡിലും ഓപ്പറേറ്റ് ചെയ്യാം. ഏത് സൈഡിൽ ഓപ്പറേറ്റ് ചെയ്താലും ലോസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് സെയിം തന്നെ ആയിരിക്കും. പക്ഷേ നമ്മൾ യൂഷ്വലി LV സൈഡാണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് റിലയബിലിറ്റിക്കും കൂടി വേണ്ടിയാണ് നമ്മൾ LV സൈഡ് പ്രിഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ലോസസിലൂടെ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ LV സൈഡ് അല്ലെങ്കിൽ HV സൈഡ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നു. ട്രാൻസ്ഫോമർ ഞാൻ നേരത്തെ മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് ഈക്വൽ ടു R1, ദിസ് ഈസ് ഈക്വൽ ടു X1, ദിസ് ഈസ് ഈക്വൽ ടു RC, this is equal to Xm, JXm, this is equal to no load current I0, this is equal to IC, this is equal to I mu, and this is equal to secondary side R2 dash, and this is equal to X2 dash. അപ്പോൾ നമ്മൾ എന്താണ് നോ ലോഡ് ടെസ്റ്റ് പെർഫോം ചെയ്യുന്ന സമയത്ത് സെക്കൻഡറി സൈഡ് നമ്മൾ ഓപ്പൺ ആയിരിക്കും. അതായത് ഏതാണ് HV സൈഡ്, ആ സൈഡ് നമ്മൾ ഓപ്പൺ ആയിരിക്കും. ഇനി ഈ സൈഡിൽ നമ്മൾ എന്തൊക്കെ കണക്ട് ചെയ്യും? ഈ സൈഡിൽ നമ്മളൊരു വാട്ട് മീറ്റർ കണക്ട് ചെയ്യും, ഒരു അമ്മീറ്റർ കണക്ട് ചെയ്യും, അതേപോലെ തന്നെ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യും. ഇവിടെ നമ്മുടെ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളൊരു വോൾട്ട് മീറ്റർ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, ഒരു അമ്മീറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു, ഒരു വാട്ട് മീറ്റർ കണക്ട് ചെയ്യും. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്തൊക്കെ കിട്ടാം? നമുക്കൊരു കറണ്ട് വോൾട്ടേജ് കിട്ടാം, നോ ലോഡ് വോൾട്ടേജ് കിട്ടാം, നോ ലോഡ് കറണ്ട് കിട്ടാം, അതേപോലെ തന്നെ നോ ലോഡ് പവറും കിട്ടാം, W0. ഇത് മൂന്നുമാണ്, ഈ മൂന്ന് ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് ഈ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് പെർഫോം ചെയ്യുമ്പോൾ കിട്ടുക. ഇനി ഇവിടെ നോർമലി ഞാൻ പറഞ്ഞു 2 to 5% ഓഫ് ഫുൾ ലോഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും സ്മോൾ കറണ്ട് ആയിരിക്കും. നമ്മുടെ R1 എന്ന് പറഞ്ഞിരിക്കുന്നത് അത്രയും സ്മോൾ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ബ്രാഞ്ചിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ അപ്രോക്സിമേഷൻ മോഡൽ പഠിച്ചു. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് എന്താ പറയുക ഒരു ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൽ നമ്മളെ കണക്ഷൻ നമുക്ക് കിട്ടുക. ഇനി നമുക്കറിയാം എന്താണ് നമ്മുടെ പവർ. പവർ ഈസ് നത്തിങ് ബട്ട് W0 ഈസ് നത്തിങ് ബട്ട് V0 I0 ഇൻറ്റു കോസ് φ0. കോസ് φ0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ലോഡ് പവർ ഫാക്ടറാണ്. V0 into I0 into cos φ0 is nothing but W0. ഇതാണ് നമ്മുടെ നോ ലോഡ് പവർ, വിച്ച് ഇസ് ഇൻഡിക്കേറ്റിംഗ് നോ ലോഡ് ലോസസ്. നമ്മുടെ കോർ ലോസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നോ ലോഡ് ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കോർ ലോസ് ആണ്. ആ കോർ ലോസ് ആണ് W0. W0 is nothing but the voltage into current into the cos φ0 ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഇവിടെ W0 എന്നൊരു റീഡിംഗ് കിട്ടി, വോൾട്ടേജ് എന്നൊരു റീഡിംഗ് കിട്ടി, അമ്മീറ്റർ എന്നൊരു റീഡിംഗ് കിട്ടി. അതിൽ നിന്ന് ഞാൻ ഈ ഇക്വേഷൻ എഴുതി. അപ്പോൾ നമുക്കിതിൽ W0 അറിയാം, V0 അറിയാം, I0 അറിയാം. എനിക്ക് എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാൻ പറ്റും? cos φ0, അതായത് പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. സോ cos φ0 is nothing but W0 divided by V0 into I0. അപ്പോൾ V0 into I0, W0 divided by V0 into I0 എന്താണ്? cos φ0 ആണെന്ന് അറിയാം. നമ്മൾ നേരത്തെ ഡിസ്കസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതാണ് നമ്മുടെ ഫ്ലക്സ് എങ്കിൽ അതിന് ലീഡ് ചെയ്തിട്ടായിരിക്കും വോൾട്ടേജ് വരിക. വോൾട്ടേജിൻ്റെ ഇൻഡയറക്ഷനിലായിരിക്കും IC കമ്പോണൻറ്റ് വരിക. I mu കമ്പോണൻറ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റൈസേഷൻ ഇതിൻ്റെ സീരീസ് ആയിരിക്കും വരിക. ഇതായിരിക്കും നമ്മുടെ നോ ലോഡ് കറണ്ട് വരിക I0. സോ ഇതാണ് നമ്മുടെ φ0 എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത്. അപ്പോൾ ഈ IC എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു IC ഈസ് നത്തിങ് ബട്ട് I0
കോസ് ഫൈ നോട്ട് ആയിരിക്കും വരിക. ഫൈ നോട്ട് ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും വരിക? ഐ മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ നോട്ട് ഇൻറ്റു സൈൻ ഫൈ നോട്ട് ആയിരിക്കും വരിക. അതായത് ഫൈ നോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എൻ്റെ പവർ ഫാക്ടർ ആംഗിൾ ആണ്. ഇതാണ് എൻ്റെ ഐ നോട്ട് വരിക. ഐ നോട്ട് വിൽ ബി ഈക്വൽ ടു ഐ നോട്ട് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ സി സ്ക്വയർ പ്ലസ് ഐ മ്യൂ സ്ക്വയർ ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ ഐ നോട്ടിൻ്റെ രണ്ട് കമ്പോണൻ്റ് ഉണ്ട്. ഐ നോട്ടിൻ്റെ സൈൻ കമ്പോണൻ്റ് ആയിരിക്കും വരിക ഐ മ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഐ നോട്ടിൻ്റെ കോസ് കമ്പോണൻ്റ് ആയിരിക്കും വരിക ഐ സി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എഴുതി ഐ സി ഇസ് ഈക്വൽ ടു ഐ നോട്ട് ഇൻറ്റു കോസ് ഫൈ നോട്ട് ആൻഡ് ഐ മ്യൂ ഇസ് ഈക്വൽ ടു ഐ നോട്ട് ഇൻറ്റു സൈൻ ഫൈ നോട്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും കോസ് ഫൈ നോട്ട് ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റും ഐ സി ഇസ് ഈക്വൽ ടു ഐ നോട്ട് ഇൻറ്റു കോസ് ഫൈ നോട്ട്. എനിക്ക് ഓൾറെഡി ഐ നോട്ട് അറിയാം, അതിൻ്റെ കൂടെ കോസ് ഫൈ നോട്ട് കണ്ടുപിടിച്ചാൽ എൻ്റെ ഐ സി എന്ന് പറഞ്ഞിരിക്കുന്ന കമ്പോണൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഐ മ്യൂ ഇസ് ഈക്വൽ ടു ഐ നോട്ട് ഇൻറ്റു സൈൻ ഫൈ നോട്ട്. അപ്പോൾ എൻ്റെ ഐ മ്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന കമ്പോണൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു നോ ലോഡ് പവർ കണ്ടുപിടിച്ചു, നോ ലോഡ് കറണ്ട് കണ്ടുപിടിച്ചു, കോർ ലോസ് കമ്പോണൻറ്റ് ഐ സി എന്ന് പറഞ്ഞിരിക്കുന്ന കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിച്ചു, മാഗ്നറ്റൈസേഷൻ കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ആർ സിയും ഒന്ന് എക്സ് എം എന്ന് പറഞ്ഞിരിക്കുന്ന കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇത് കറസ്പോണ്ടിങ് സെയിം പൊട്ടൻഷ്യൽ തന്നെയാണ് പോകുന്നത്. ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അക്രോസ് സെയിം വോൾട്ടേജ് തന്നെയായിരിക്കും വരിക. അപ്പോൾ നമുക്കറിയാം വി നോട്ട് അക്രോസ് ഐ സി ഇസ് ഈക്വൽ ടു ആർ സി ആണ് നമുക്കറിയാം. ഐ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ നോട്ട് ഇൻറ്റു കോസ് ഫൈ നോട്ട്. സോ ആർ സി ഇസ് ഈക്വൽ ടു വി നോട്ട് ഡിവൈഡഡ് ബൈ ഐ നോട്ട് ഇൻറ്റു കോസ് ഫൈ നോട്ടാണ്. ആർ സി എന്ന് പറഞ്ഞ എലമെൻറ്റ് കണ്ടുപിടിച്ചു. എക്സ് എം എന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ മാഗ്നറ്റൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വി നോട്ട് ഡിവൈഡഡ് ബൈ ഐ മ്യൂ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വി നോട്ട് ഡിവൈഡഡ് ബൈ ഐ നോട്ട് സൈൻ ഫൈ നോട്ട്. സോ എന്താണ് ഞാൻ ഒന്നുകൂടി പറയാം. വി നോട്ട് ഐ നോട്ട് കോസ് ഫൈ നോട്ടാണ് ഡബ്ല്യു നോട്ട്. കോസ് ഫൈ നോട്ട് നമുക്ക് ഇതിൽ നിന്നും അൺനോൺ ആണ്, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഡബ്ല്യു നോട്ട് ഡിവൈഡ് ബൈ വി നോട്ട് ഇൻറ്റു ഐ നോട്ട്. അപ്പോൾ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ അറിയാമെന്ന് തന്നെ കോസ് ഫൈ നോട്ട് നമുക്കറിയാം. കോസ് ഫൈ നോട്ട് ഇൻറ്റു ഐ നോട്ട് നമുക്ക് നോൺ ആണ്, അതിൽ നമുക്ക് ഐ സി അറിയാം. സൈൻ ഫൈ നോട്ട് കോസ് ഫൈ നോട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സൈൻ ഫൈ നോട്ട് കണ്ടുപിടിക്കാൻ ഈസിയാണ്. സോ ഐ മ്യൂ ഇസ് ഈക്വൽ ടു ഐ നോട്ട് ഇൻറ്റു സൈൻ ഫൈ നോട്ട് ആണ്. ഇനി നമുക്കറിയാം ഈ റെസിസ്റ്റൻസ് ആർ സി എന്ന് പറഞ്ഞിരിക്കുന്ന കമ്പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വി നോട്ട് ഡിവൈഡഡ് ബൈ ഐ സി ആണ്. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വി നോട്ട് ഡിവൈഡ് ബൈ ഐ നോട്ട് ഇൻറ്റു കോസ് ഫൈ നോട്ട് ആണ്. ഇനി എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന കമ്പോണൻ്റ് ആണ്, അവിടുത്തെ വോൾട്ടേജ് ഡിവൈഡ് ബൈ ആ കറണ്ട് ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വി നോട്ട് ഡിവൈഡ് ബൈ ഐ മ്യൂ ഇസ് ഈക്വൽ ടു വി നോട്ട് ഡിവൈഡ് ബൈ ഐ സീറോ ഇൻറ്റു സൈൻ ഫൈ നോട്ട് ആണ്. അപ്പോൾ നമുക്കൊരു നോ ലോഡ് ടെസ്റ്റ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പാരാമീറ്റേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം അറിയാം, ഇതിൽ ആർ സി ആണോ എക്സ് എം ആണോ ഗ്രേറ്റർ എന്നാണ് അറിയേണ്ടത്. ആർ സി ആണോ എക്സ് എം ആണോ ഗ്രേറ്റർ എന്ന് അറിയണം. നമുക്കറിയാം നമ്മുടെ ഈ നോ ലോഡ് കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് 2 to 5% ഓഫ് ഫുൾ ലോഡ് കറണ്ട് ആണ്. ആ കറണ്ടിൽ നോ ലോഡ് കറണ്ടിലെ 4 to 5% മാഗ്നറ്റൈസേഷൻ കറണ്ട് ആണ്. അതായത് ഐ മ്യൂ ആണ് ഡോമിനേറ്റ് ചെയ്യുക ഐ സിയേക്കാളും. കോർ ലോസ് കമ്പോണന്റ് കറണ്ടിനേക്കാളും മാഗ്നറ്റൈസേഷൻ കറണ്ട് ആണ് എപ്പോഴും ഡോമിനേറ്റ് ചെയ്യുക. അതിൻ്റെ അർത്ഥം ഐ മ്യൂ ആണ് ഐ സിയേക്കാളും ഗ്രേറ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞു ആർ സി ഇസ് ഈക്വൽ ടു വി നോട്ട് ഡിവൈഡഡ് ബൈ ഐ സി, എക്സ് എം ഈസ് ഈക്വൽ ടു വി നോട്ട് ഡിവൈഡഡ് ബൈ ഐ മ്യൂ ആണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഐ മ്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് എടുത്ത് ഓഫ് ഐ സി ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും വരിക? ഐ മ്യൂ ആണ് ഗ്രേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എം ആയിരിക്കും കുറവ്, ഐ സി ആണ് കുറവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ സി ആയിരിക്കും കൂടുതൽ. അതായത് ആർ സി വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എക്സ് എം ആയിരിക്കും വരിക. ഓക്കെ, സോ കോർ ലോസ് കമ്പോണൻറ്റിൻ്റെ റെസിസ്റ്റൻസ് ആയിരിക്കും കൂടുതൽ വരിക, മാഗ്നറ്റൈസേഷൻ കമ്പോണൻറ്റ് റിയാക്ടൻസിനേക്കാളും കൂടുതൽ വരിക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്കൊരു നോ ലോഡ് ടെസ്റ്റ് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. നോ ലോഡ് ലോസ് കിട്ടി, നമ്മുടെ നോ ലോഡ് കറണ്ട് കിട്ടി, നമ്മുടെ മാഗ്നറ്റൈസേഷൻ കറണ്ട് എത്രയാണെന്ന് കിട്ടി, നമ്മുടെ കോർ ലോസ് കമ്പോണൻറ്റ് കറണ്ട് എത്രയാണെന്ന് കിട്ടി. ഇനി ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ R1ഉം X1ഉം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ R1ഉം X1ഉം തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, അതായത് R1ഉം X1ഉം തന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ ടോട്ടൽ ലോസ് W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു PI, നമ്മുടെ കോർ ലോസ്, പ്ലസ് ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്താണ്? I0 ആണ്. കാരണം ഈ I2 ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്ന കറണ്ട് 0 ആയിരിക്കും. സോ സെയിം I0 തന്നെയാണ് ഇതിലൂടെയും പാസ് ചെയ്യുക. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് I0 സ്ക്വയർ ഇൻറ്റു R1. ലോസ് എപ്പോഴും റെസിസ്റ്റൻസിലാണ് ഉണ്ടാവുക, റിയാക്ടൻസ് ലോസ് ഉണ്ടാവുകയില്ല. സോ നമുക്ക് എന്താ പറയാം? കോർ ലോസ് ഈസ് ഈക്വൽ ടു PI ഈസ് ഈക്വൽ ടു W0 മൈനസ് I0 സ്ക്വയർ ഡിവൈഡഡ് ബൈ R1. അപ്പോൾ നമുക്ക് ഈ PI കിട്ടിയാൽ നമുക്ക് W0 അറിയാം, I0 അറിയാം,
R1 എന്ന് പറഞ്ഞിരിക്കുന്നത് DC റെസിസ്റ്റൻസ് വെച്ചിട്ട് നമുക്കറിയാം, അല്ലെങ്കിൽ ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കണ്ടുപിടിക്കാം. സോ റിമൈനിങ് PI ആണ് നമ്മുടെ ടോട്ടൽ കോർ ലോസ് കമ്പോണൻറ്റ്. ബാക്കി ആ PI എന്ന് പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നിരിക്കുന്ന W-നായിട്ട്, അതായത് ഈ PIയിലൂടെയാണ് നമ്മൾ ബാക്കിയുള്ള ഫാക്ടേഴ്സ് എല്ലാം കണ്ടുപിടിക്കുക. ദിസ് PI വിൽ ബി ഈക്വൽ ടു V0 ഇൻറ്റു I0 cos phi0 ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കാം. ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസിൽ യൂഷ്വലി നമ്മൾ ചെയ്യാറ്. ഓക്കെ ഫൈൻ. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ദ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഈ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിലൂടെ നമ്മൾ പല പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിന് ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് ആണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലെന്താണ് ഇപ്പോൾ സംഭവിക്കുക? ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഈ നോലോ ടെസ്റ്റ് പെർഫോം ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റഡ് വോൾട്ടേജ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. റേറ്റഡ് ഫ്രീക്വൻസിയിലാണ് നമ്മൾ ഈ ടെസ്റ്റ് പെർഫോം ചെയ്യുക. ഓക്കെ, ഈ ടെസ്റ്റ് പെർഫോം ചെയ്തിരിക്കുന്നത് വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് റേറ്റഡ് ആയിരിക്കും. വോൾട്ടേജ് റേറ്റഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഫ്രീക്വൻസി റേറ്റഡ് ആയിരിക്കണം. അപ്പോൾ റേറ്റഡ് വോൾട്ടേജ് റേറ്റഡ് ഫ്രീക്വൻസിയിലാണ് നമ്മൾ ഈ ടെസ്റ്റ് പെർഫോം ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ വോൾട്ടേജ് റേറ്റഡും ഫ്രീക്വൻസി ഞാൻ കുറയ്ക്കുകയാണെന്ന് വിചാരിക്കാം. അതായത് എൻ്റെ V/F കോൺസ്റ്റൻ്റ് അല്ല എന്ന് വിചാരിക്കാം. V/F ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്. അതായത് റേറ്റഡ് കണ്ടീഷൻ അല്ല, ഞാൻ രണ്ടാമത്തെ കണ്ടീഷൻ എടുക്കണേ, എൻ്റെ ഫ്രീക്വൻസി ഞാൻ കുറച്ചു. അപ്പോൾ നിങ്ങൾക്കറിയാം BH കർവിൽ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്. അതായത് ഇതാണ് നമ്മുടെ ഫീൽഡ് കറണ്ട് എങ്കിൽ ഇതാണ് നമ്മുടെ B or phi, ഇതാണ് നമ്മുടെ H or I. നമ്മുടെ ഒരു സാച്ചുറേഷൻ കൺസെപ്റ്റ് ചെയ്തിട്ട് കർവ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? അപ്പോൾ എൻ്റെ ആദ്യം നോർമലായിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പോയിൻ്റ്, ഈ കറണ്ടിൽ എൻ്റെ ഫ്ലക്സ് ഇത്രയാണെന്ന് വിചാരിക്കുക, B1 ആണെന്ന് വിചാരിക്കുക. നമുക്കറിയാം B ഈസ് നത്തിങ് ബട്ട് V/F ആണെന്നറിയാം. ഞാൻ ഫ്രീക്വൻസി കുറയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഫ്ലക്സ് കൂടും. അതായത് ഫ്ലക്സ് കൂടുക പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എപ്പോഴത്തെ ഫ്ലക്സ് എന്ന് വിചാരിക്കുക. സോ വാട്ട് വിൽ ഹാപ്പൻ? കറണ്ട് വിൽ ബി ഇൻക്രീസ്ഡ് I2. അതായത് നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഫ്രീക്വൻസി ഞാൻ റേറ്റഡ് കണ്ടീഷനേക്കാൾ ഞാൻ കുറച്ചു. ആ സമയത്ത് നമ്മുടെ ഫ്ലക്സ് കൂടി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ കറണ്ട് കൂടി. അതായത് എന്ത് സംഭവിക്കും? നമ്മുടെ മാഗ്നറ്റൈസേഷൻ കറണ്ട് റിക്വയർമെൻറ്റ് കൂടി. നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു സ്മോൾ ചേഞ്ച് ആണെങ്കിൽ കൂടി നമുക്കുണ്ടാവുന്ന കറണ്ടിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ വലുതായിരിക്കും. അപ്പം നമുക്കിവിടെ ഉണ്ടായിരിക്കുന്നത് എന്താണ്? കറണ്ട് നമ്മുടെ കൂടി. ഇനി എന്താണ് ബാക്കിയുള്ള ഫാക്ടേഴ്സിലൊക്കെ എന്താണ് നമുക്ക് സംഭവിക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ ഫൈൻ. സോ ആദ്യത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോർ ലോസിൽ എന്താണ് സംഭവിക്കുക? കോർ ലോസ് നമ്മൾ പറഞ്ഞു രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു, ഒന്ന് WH-ഉം ഒന്ന് WE-യും. അപ്പോൾ നമുക്കറിയാം V/F കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? ദിസ് ഈസ് ഈക്വൽ ടു KH ഇൻറ്റു V/F. അതായത് B ആണ്, B raised to 1.6 ഇൻറ്റു F ഇൻറ്റു V ആണ് വരിക. അപ്പോൾ ഞാൻ എന്താ സംഭവിക്കുക? ഇവിടെ ഈസ് ഈക്വൽ ടു KH ഇൻറ്റു V raised to 1.6 F raised to 0.6 V. വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്, വോൾട്ടേജിന് മാറ്റമൊന്നുമില്ല, ഫ്രീക്വൻസിയിൽ മാത്രമാണ് മാറ്റം വരുന്നത്. ഇത് നിങ്ങൾക്ക് എങ്ങനെ എഴുതിയാൽ നമുക്ക് മനസ്സിലായിരിക്കും. B raised to 1.6 F into V ആണ്. അപ്പോൾ F raised to minus 1.6 into F raised to 1, that is equal to F raised to minus 0.6 ആണ് വരിക. അതായത് WH is proportional to 1 by F raised to 0.6 ആയിരിക്കും വരിക. അപ്പോൾ ഞാനിവിടെ ഫ്രീക്വൻസി കുറയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? WH എന്ന് പറഞ്ഞിരിക്കുന്ന ഫാക്ടർ, അതായത് ഹിസ്റ്ററിസ് ലോസസ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി WE എന്താണ് സംഭവിക്കുക? WE is equal to KE into V square divided by F square into F square into T square ആണ്. B square ആയിരുന്നു, അതിന് ഞാൻ V/F ആക്കി. ഇപ്പോൾ V square F square വരും. ഈ F squareും ക്യാൻസൽ ചെയ്തു. W ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫ്രീക്വൻസി ആയിരിക്കും വരിക. ഫ്രീക്വൻസിയുടെ ഒരു ഫാക്ടറും WE-നെ എന്താ പറയുക എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം KE ഇൻറ്റു B square F square T square ആണ്. ബീനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് V/F ആണ്. അപ്പോൾ V square ഡിവൈഡ് ബൈ F square, ഈ F squareും ക്യാൻസലായി. അപ്പോൾ W ഈസ് ഈക്വൽ ടു KE ഇൻറ്റു V square ഇൻറ്റു T square ആണ് വരിക. അപ്പോൾ ഇതിനെ ഫ്രീക്വൻസി എഫക്റ്റ് ചെയ്യണ്ടോ? ഇല്ല. അപ്പോൾ എന്താ വെച്ചാൽ W എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് റേറ്റഡ് വോൾട്ടേജ് കൊടുക്കുകയും ഫ്രീക്വൻസി കുറയ്ക്കുകയാണെങ്കിൽ ചെയ്താൽ ഹിസ്റ്ററിസ് ലോസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻക്രീസ് ചെയ്യുകയും എഡ്ഡി കറണ്ട് ലോസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ലോസ് എന്തായിരിക്കും? ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ WH പ്ലസ് WE ആയിരിക്കും. WH കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ടോട്ടൽ ലോസും കൂടും. അപ്പോൾ എന്താണ്? നമ്മുടെ ടോട്ടൽ കോർ ലോസ് ഇൻക്രീസ് ചെയ്തു. ടോട്ടൽ കോർ ലോസ് ഇൻക്രീസ് ചെയ്യുന്നതാണ് നമ്മുടെ W0 ഇൻക്രീസ് ചെയ്യും. ഓക്കെ,
നമ്മുടെ നോ ലോഡ് സർക്യൂട്ട് അല്ലെങ്കിൽ നോ ലോഡ് ടെസ്റ്റിൽ പെർഫോം ചെയ്യുന്ന ഡബ്ല്യു നോട്ട് എന്ത് സംഭവിക്കും? ഡബ്ല്യു നോട്ട് ഇൻക്രീസ് ചെയ്യും. സോ ഡബ്ല്യു നോട്ട് നമുക്ക് എഴുതാൻ പറ്റും വി നോട്ട് ഐ നോട്ട് കോസ് ഫൈ നോട്ട് അല്ലേ. ഇതിലൂടെ നമുക്ക് വേറൊരു കാര്യം എഴുതാൻ പറ്റും. ദിസ് ഈസ് നത്തിങ് ബട്ട് ഐ സി സ്ക്വയർ ഇൻറ്റു ആർ സി. ഐ സി സ്ക്വയർ ഇൻറ്റു ആർ സി എങ്ങനെയാണ് എഴുതിയത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ലോഡ് ലോസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ കോർ ലോസ് കമ്പോണൻറ്റിൻ്റെ റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന കറണ്ട് മാത്രമാണ്. ദിസ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ദിസ് ഈസ് ഈക്വൽ ടു ഐ നോട്ട് കോസ് ഫൈ നോട്ട് ദിസ് ഈക്വൽ ടു വി നോട്ട് ഇൻറ്റു ഐ സി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി വി നോട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വി നോട്ട് ഈസ് നത്തിങ് ബട്ട് ഐ സി ഇൻറ്റു ആർ സി നമുക്ക് എഴുതാൻ പറ്റും. സോ ഇൻറ്റു ഐ സി ഇസ് ഈക്വൽ ടു ഐ സി സ്ക്വയർ ആർ സി. എങ്ങനെയാണെന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇതാണ് കമ്പോണൻറ്റ് വരിക. ദിസ് ഈസ് ഈക്വൽ ടു ആർ സി, ദിസ് ഈസ് ഈക്വൽ ടു എക്സ് എം. സോ ഇതിൽ കൂടെ പോണ കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഐ സി. സോ ഈ കറണ്ട് ഇൻറ്റു സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് നമ്മുടെ ടോട്ടൽ കോർ ലോസ് കമ്പോണൻറ്റ് നമുക്ക് വരിക. ഓക്കെ, സോ ഇതിനെക്കുറിച്ചുള്ള വോൾട്ടേജ് ആണ് വി നോട്ട് എന്ന് പറയാം. ഞാൻ ജസ്റ്റ് ഇതിനെല്ലാം റീപ്ലേസ് ചെയ്ത് അറേഞ്ച് ചെയ്തപ്പോൾ എഴുതിയാണ് ഐ സി സ്ക്വയർ ഇൻറ്റു ആർ സി എന്ന് പറയാം. ഐ നോട്ട് ഇൻറ്റു കോസ് ഫൈ നമുക്കറിയാം, ഐ സി ആണ് നമുക്കറിയാം. സോ നമുക്ക് അതിന് എഴുതാൻ പറ്റും ഐ സി നമുക്ക് എഴുതാൻ പറ്റും. വി നോട്ടിന് ഞാൻ പറയാം എന്താണ് വി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐ സി ഇൻറ്റു ഈ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്ത ഈ വി നോട്ട് കിട്ടി. അപ്പോൾ ഐ സി സ്ക്വയർ ഇൻറ്റു ആർ സി നമുക്ക് കിട്ടി. സോ അതിനർത്ഥം ഡബ്ല്യു നോട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമുക്കറിയാം ഐ സി ഈസ് ഈക്വൽ ടു ഡബ്ല്യു നോട്ട് ഡിവൈഡഡ് ബൈ ആർ സി റൂട്ട്. അപ്പോൾ ഡബ്ല്യു നോട്ട് ഇൻക്രീസ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഐ സി കൂടും, അതായത് കോർ ലോസ് കമ്പോണൻറ്റും കൂടും. ഇനി അടുത്തെന്താണ് സംഭവിക്കുക? അപ്പോൾ നമുക്ക് ടോട്ടൽ ഇനി നമ്മൾ എന്താണ് അടുത്ത് സംഭവിക്കുന്ന കാര്യത്തിൽ ഐ മ്യൂവിന് എന്ത് എഫക്റ്റ് ചെയ്യാൻ നമ്മൾ നോക്കേണ്ടത്. സോ ഐ മ്യൂ എന്താണ്? ഐ മ്യൂ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് വി നോട്ട് ഡിവൈഡഡ് ബൈ എക്സ് എം ആയിരിക്കും വരിക. സോ വി നോട്ട് ഡിവൈഡ് ബൈ എക്സ് എം ഈസ് ഈക്വൽ ടു ഐ മ്യൂ ആയിരിക്കും വരിക. ഇനി എക്സ് എം എന്ന് പറഞ്ഞിരിക്കുന്ന ഫാക്ടർ എന്താണ്? എക്സ് എം ഇറ്റ് ഈസ് ഈക്വൽ ടു 2π f ഇൻറ്റു എൽ ആണ്. ഓക്കെ, സോ ഈ ഫ്രീക്വൻസി ഞാൻ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എക്സ് എം എന്ന് പറഞ്ഞിരിക്കുന്നതും ഡിക്രീസ് ചെയ്യും. എക്സ് എം എന്ന് പറഞ്ഞിരിക്കുന്ന ഫാക്ടർ ഡിക്രീസ് ചെയ്താൽ എന്താണ്? ഐ മ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നതും ഇൻക്രീസ് ചെയ്യാനാണ് ചാൻസ്. അപ്പോൾ ഐ സിയും ഇൻക്രീസ് ചെയ്യുന്നു, ഐ മ്യൂ ഇൻക്രീസ് ചെയ്യുന്നു, അപ്പോൾ തീർച്ചയായിട്ടും നോ ലോഡ് കറണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫിക്സഡും ഫ്രീക്വൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് റേറ്റഡിനേക്കാളും താഴെയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ നോ ലോഡ് ലോസസ് ഇൻക്രീസ് ചെയ്യും. നമ്മുടെ നോ ലോഡ് സ്കോർ കമ്പോണൻറ്റ്, അതായത് ഐ സി എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഇൻക്രീസ് ചെയ്യും, ഐ മ്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന കമ്പോണൻറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഐ സി ഇൻക്രീസ് ചെയ്യണം, ഐ മ്യൂ ഇൻക്രീസ് ആണെങ്കിൽ എന്താണ് പവർ ഫാക്ടർ എന്താണ് സംഭവിക്കുക? പവർ ഫാക്ടർ വിൽ ബി ഡിക്രീസസ്. അതായത് പവർ ഫാക്ടർ എന്ന് സംഭവിക്കും നമ്മുടെ ഇതാണ് 5 എങ്കിൽ നമ്മുടെ ഐ മ്യൂ ഇൻക്രീസ് ചെയ്യാണ്, അതേപോലെ തന്നെ ഐ സിയും ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ സോ പവർ ഫാക്ടർ അപ്പോൾ എന്താണ് സംഭവിക്കുക? പവർ ഫാക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഡിക്രീസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത് ഫൈ നോട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ആംഗിൾ നമുക്ക് ഇൻക്രീസ് ചെയ്യും, പവർ ഫാക്ടർ എന്ന് പറഞ്ഞിരിക്കുന്ന ഡിക്രീസ് ചെയ്യാൻ സംഭവിക്കുക. ഇനി എന്ത് സംഭവിക്കും? ഇനി ഞാനിപ്പോൾ ഫ്രീക്വൻസി കുറയ്ക്കുകയാണെന്ന് വിചാരിക്കുക, ഫ്രീക്വൻസി കൂട്ടാണെന്ന് വിചാരിക്കുക. നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു ഫ്രീക്വൻസി എന്ന് പറഞ്ഞിരിക്കുന്ന റേറ്റഡ് കണ്ടീഷൻ, അതിനുശേഷം ഫ്രീക്വൻസി കുറച്ചു. ഇനി ഫ്രീക്വൻസി കൂട്ടാണെങ്കിൽ എന്താണ് സംഭവിക്കുക? എൻ്റെ എഫ് കൂടുകയാണെന്നനുസരിച്ച് എഫ് കൂടുന്നതിനനുസരിച്ച് എൻ്റെ ഫ്ലക്സ് കുറയും. ഇപ്പോൾ ഞാൻ ആദ്യം എൻ്റെ റേറ്റഡ് കണ്ടീഷൻ V1 ആയിരുന്നു, അപ്പോൾ ഞാൻ എഫ് കൂട്ടി, ഫ്രീക്വൻസി കൂട്ടി, എൻ്റെ ഫ്ലക്സ് കുറഞ്ഞു, കറസ്പോണ്ടിങ് ആയിട്ട് എൻ്റെ മാഗ്നറ്റൈസേഷൻ, അതായത് ഈ കറണ്ടും കുറഞ്ഞു, റിക്വയർമെൻറ്റ് കറണ്ട് കുറഞ്ഞു. ഇനി കോർ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിസ് ലോസ്, അതിൽ ഹിസ്റ്ററിസ് ലോസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്. ഞാൻ ഇവിടെ ഫ്രീക്വൻസി കൂട്ടാണ് ചെയ്തത്, അതിനനുസരിച്ച് WH അതായത് ഹിസ്റ്ററിസ് ലോസ് കുറയും. അതേപോലെ തന്നെ എഡ്ഡി കറന്റ് ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ V/F റേഷ്യോ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി ആണ്. അതിനുശേഷം എഡ്ഡി കറന്റ് ലോസിൽ വലിയ വ്യത്യാസം വരില്ല. അപ്പോൾ എന്തായാലും ഹിസ്റ്ററിസ് ലോസസ് കുറഞ്ഞു, എഡ്ഡി കറന്റ് ലോസസ് കോൺസ്റ്റന്റ് ആണ്, ടോട്ടൽ ലോസസ് എന്തായാലും കുറയും. ടോട്ടൽ ലോസസ് കുറയുന്നതനുസരിച്ച് എൻ്റെ ഐ സി എന്ന് പറഞ്ഞിരിക്കുന്ന കമ്പോണന്റ് കുറയും. അതേപോലെ തന്നെ ഐ മ്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന കമ്പോണന്റും തീർച്ചയായിട്ടും കുറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ മ്യൂ ഇസ് ഈക്വൽ ടു V/XM, അത് V0/XM ആണെന്ന് പറഞ്ഞു. XM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π f ഇൻറ്റു എൽ ആണ്. ഫ്രീക്വൻസിയും കൂട്ടി, അപ്പോൾ XM തീർച്ചയായിട്ടും കൂടും. XM കൂടി കഴിഞ്ഞാൽ ഐ മ്യൂ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കുറയും. അപ്പോൾ ഐ മ്യൂ ഐ നോട്ടും കുറഞ്ഞു, തീർച്ചയായിട്ടും ഐ മ്യൂ ഐ സിയും കുറഞ്ഞു, തീർച്ചയായിട്ടും ഐ നോട്ടും കുറയും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, പിന്നെ ബാക്കി പ്രോബ്ലംസ് നമുക്ക് വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വേരിയേഷൻസ് എങ്ങനെയാണ് ഫ്രീക്വൻസി കുറയാൻ കൂടുതലനുസരിച്ച് എങ്ങനെയാണ് വേരിയേഷൻസ് പാരാമീറ്ററിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. V0, I0, W0 ഇതിൽ നിന്നുള്ള ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുകൂടി നമ്മൾ നോക്കുക. ഓക്കെ, താങ്ക് യു.